empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശല്ല പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് പുതിയ നിയമസഭയിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ വളരെ ശ്രേഷ്ഠയായ ഒരു വ്യക്തിയെയായിരുന്നു. സുവിശേഷകനായ വിശുദ്ധ മർക്കോസിന്റെ അമ്മയായ മറിയത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. സുവിശേഷത്തിനു വേണ്ടി കർത്താവിനും കർത്താവിന്റെ സഭയ്ക്കും വേണ്ടി തനിക്ക് ലഭിച്ച സാധ്യതകളെല്ലാം, തൻ്റെ എല്ലാ സാധ്യതകളും വിട്ടു നൽകിയ ഒരമ്മയെ നമ്മൾ കണ്ടത്. വളരെ ധീരതയോടെ തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ഭീഷണികൾക്ക് മുൻപിൽ സധൈര്യം കർത്താവിനെ പ്രഘോഷിച്ച, കർത്താവിനായി തൻ്റെ ഭവനത്തെ വിട്ടുകൊടുത്ത, തൻ്റെ മകനെ സുവിശേഷത്തിനു വേണ്ടി സമർപ്പിച്ച ഒരമ്മയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശ്വസ്തനായ ദൈവം വിശ്വസ്തയായ ആ സഹോദരിയെ എപ്രകാരം കരുതി മുന്നോട്ട് കൊണ്ടുപോയി എന്ന് നമ്മൾ കണ്ടു. തൻ്റെ വിളിയോട് വിശ്വസ്തത പുലർത്തിയ ആ അമ്മയെ വളരെ വിശ്വസ്തയോടെ കർത്താവ് കൈപിടിച്ച് നടത്തുകയായിരുന്നു. സങ്കീർത്തനങ്ങൾ 89 അധ്യായം 8 തിരുവാക്യത്തിൽ സങ്കീർത്തകൻ നമ്മളോടൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, വിശ്വസ്തത ധരിച്ചിരിക്കുന്ന അങ്ങയെ പോലെ ബലവാനായി ആരുണ്ട്? നമ്മുടെ കർത്താവ് വിശ്വസ്തത ധരിച്ചിരിക്കുന്ന ദൈവമാണെന്ന ദാവീദ് രാജാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. എന്തു തന്നെ സംഭവിച്ചാലും വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ പറഞ്ഞു തരുന്നുണ്ട്. വിശ്വസ്തനായ ആ കർത്താവിനെ നമുക്ക് ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, വിശ്വസ്തനായ കർത്താവ് നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഒപ്പം ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവ് പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടെ സ്വീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ വേണ്ടുന്ന കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വസ്തനായ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് വിശ്വസ്തനായ ദൈവമാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, എന്തു തന്നെ സാഹചര്യങ്ങളിൽ ആയിക്കൊള്ളട്ടെ, അങ്ങ് വിശ്വസ്തനായി ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന്, ഞങ്ങളെ കരുതുന്നവനാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. ഹല്ലേലൂയ. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. ഹല്ലേലൂയ. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. ഈശോയെ, എത്ര വലിയ അനർത്ഥമാണെങ്കിലും എത്ര വലിയ ഞെരുക്കമാണെങ്കിലും അങ്ങ് ഞങ്ങളെ പോറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് വിശ്വസ്തനായി ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ ആരാധന, കർത്താവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആമേൻ, ആമേൻ. ഓരോ ദിവസമതും ഓരോ നിമിഷമതും അവനെനിക്കായി കരുതിടുന്നു. ഓരോ ദിവസമതും ഓരോ നിമിഷമതും അവനെനിക്കായി കരുതിടുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു,
പോറ്റുന്നവനാണ്, ഞങ്ങളെ കാക്കുന്നവനാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. അങ്ങയുടെ വിശ്വസ്തതയിൽ ഞങ്ങൾ പരിപൂർണമായും ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. വിശ്വസ്തനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ പൂർണ്ണമായും വിശ്വസിക്കുവാനുള്ള ഒരു കൃപ അമ്മേ മാതാവേ ഈശോയോട് പറഞ്ഞ് ഞങ്ങൾക്ക് മേടിച്ചു തരണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, തിരുകുടുംബത്തിൻ്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ അനുദിനം മുന്നേറുവാൻ യൗസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനുമായി പോകുന്നത് പഴയ നിയമത്തിലെ എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സഹോദരിയെ കുറിച്ചാണ്. അവളുടെ പേര് സേരഷ് എന്നാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ യഹൂദർക്കെതിരെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഹാമാൻ. ഈ ഹാമാന്റെ ഭാര്യയാണ് സേരഷ്. നമുക്കറിയാം, പരിശുദ്ധ വചനത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ട ഓരോ വ്യക്തിയും നമുക്ക് ഒരു പാഠമാകാനായിട്ടാണ് കർത്താവ് നമുക്ക് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. അവർ നന്മ ചെയ്ത് കർത്താവിൻ്റെ വഴിയെ നടന്നവരാണെങ്കിലും കർത്താവിനെതിരെ ചിന്തിച്ച് കർത്താവിന് നിരക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചവരാണെങ്കിലും അവരിൽ നിന്ന് ഒരു പാഠം നമ്മൾ പഠിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ സേരഷിലൂടെ കർത്താവ് നമ്മളോട് എന്താണ് പറയുന്നതെന്ന്, സേരഷിന്റെ ജീവിതത്തിൽ നിന്നും നാം പഠിക്കേണ്ട പാഠം എന്താണെന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായി പോവുകയാണ്. നമുക്കറിയാം എസ്തേർ രാജ്ഞിയെക്കുറിച്ച്. ഹദാസ എന്ന സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി, അനാഥയായ, അധികം സമ്പത്തൊന്നുമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടി. അവളെ കർത്താവ് വളരെ അത്ഭുതകരമായ രീതിയിൽ എടുത്തുയർത്തുകയാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി, അഹസ്വേരൂസ് രാജാവിന്റെ ഭാര്യയായി അവളെ കർത്താവ് സ്ഥാനക്കയറ്റം കൊടുത്ത് വളരെ ശ്രേഷ്ഠമായ ആ ഒരു പൊസിഷനിൽ എത്തിക്കുകയാണ്. അങ്ങനെ എസ്തേർ രാജ്ഞി കൊട്ടാരത്തിലായിരിക്കുന്ന കാലം, പ്രിയമുള്ളവരെ, നമുക്കറിയാം ഹാമാൻ എന്നൊരു വ്യക്തി കൊട്ടാരത്തിലുണ്ടായിരുന്നു. അവൻ രാജാവിന്റെ വളരെ വിശ്വസ്തനായ ഉന്നത സ്ഥാനത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ മൊർദെഖായെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. എസ്തേർ രാജ്ഞിയുടെ വളർത്തു പിതാവായ, എസ്തേർ രാജ്ഞിയുടെ പിതൃ സഹോദരനായ മൊർദെഖായും കൊട്ടാരത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരെ കുറിച്ച് കർത്താവിന്റെ തിരുവചനം എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 1-2 തിരുവാക്യങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവയ്ക്ക് ശേഷം അഹസ്വേരൂസ് രാജാവ് അഗാഗ് വംശജനും ഹമേദാതായുടെ മകനുമായ ഹാമാന് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും നൽകി. അവനെ മറ്റു പ്രഭുക്കന്മാരെക്കാൾ ഉന്നതനായി പ്രതിഷ്ഠിച്ചു. കൊട്ടാരവാതിൽക്കലുണ്ടായിരുന്ന സകല രാജസേവകന്മാരും ഹാമാന്റെ മുൻപിൽ കുമ്പിട്ട് ആദരം കാണിച്ചു. അങ്ങനെ ചെയ്യണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മൊർദെഖായി മുട്ടുമടക്കുകയോ അവനെ വണങ്ങുകയോ ചെയ്തില്ല. ഇവിടെ പരിശുദ്ധ വചനത്തിൽ നിന്ന് ഹാമാനെയും മൊർദെഖായെയും കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്ഥാനക്കയറ്റം കയറി വലിയ ഉന്നതമായ ഒരു പദവിയിൽ എത്തി നിൽക്കുന്ന ഹാമാനും, ആ ഹാമാന്റെ മുൻപിൽ എല്ലാവരും മുട്ടുമടക്കണമെന്ന്, അയാളെ താണു വണങ്ങണമെന്ന രാജകൽപ്പന ഉണ്ടായിട്ട് പോലും അതനുസരിക്കാതെ കർത്താവിന് മാത്രമേ താൻ വണങ്ങൂ എന്ന ദൃഢനിശ്ചയത്തിൽ നിൽക്കുന്ന മൊർദെഖായെയും നമ്മൾ കണ്ടു. ഇങ്ങനെ മൊർദെഖായി ഒരിക്കൽ പോലും തനിക്ക് മുൻപിൽ മുട്ടുമടക്കുന്നില്ലെന്ന്, തന്നെ താണു വണങ്ങുന്നില്ലെന്ന് ഹാമാൻ ശ്രദ്ധിക്കാനിടയായി. അദ്ദേഹം അത് ചോദിക്കുകയും ചെയ്തു. അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞ മൊർദെഖായോട് ഹാമാന് ഭയങ്കര ദേഷ്യം വരികയാണ്. മൊർദെഖായോട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വംശമായ യഹൂദ വംശത്തെ മൊത്തം ഹാമാൻ വലിയ വിദ്വേഷത്തോടെ കാണുകയാണ്.
തത്ഫലമായി ഹാമാന്റെ വളരെ തന്ത്രപരമായ ഇടപെടൽ മൂലം യഹൂദ വംശത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള രാജകൽപ്പന, വധിക്കാനുള്ള രാജകൽപ്പന ഹാമാൻ നേടിയെടുക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഹാമാന് മൊർദെഖായിയോട് ദേഷ്യം വർദ്ധിച്ചു വരികയാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9ഉം 10ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹാമാൻ അന്ന് സന്തുഷ്ടനായി ആഹ്ലാദഭരിതനായി തിരികെ പോയി. എന്നാൽ രാജാവിന്റെ പടിവാതിൽക്കൽ തന്റെ മുൻപിൽ എഴുന്നേൽക്കാതെയും ഒന്ന് അനങ്ങുക പോലും ചെയ്യാതെയും ഇരിക്കുന്ന മൊർദെഖായിയെ കണ്ടപ്പോൾ ഹാമാൻ അവനെതിരെ കോപം കൊണ്ടു നിറഞ്ഞു. എന്നാൽ അവൻ തന്നെ നിയന്ത്രിച്ച് വീട്ടിലേക്ക് പോയി. അവൻ തന്റെ കൂട്ടുകാരെയും ഭാര്യയായ സേരിഷിനെയും വിളിച്ചു. ഇവിടെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹാമാന്റെ ഭാര്യ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നത്. ഹാമാന്റെ ഭാര്യയായ സേരിഷിനോടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടും ഹാമാൻ തന്റെ ദുഃഖത്തിന്റെ കാരണം വിവരിച്ചു പറയുകയാണ്. മൊർദെഖായിയെ കുറിച്ചും അദ്ദേഹം കാണിക്കുന്ന ആ ഒരു നിന്ദയെക്കുറിച്ചുമെല്ലാം ഹാമാൻ തന്റെ കുടുംബത്തോട് വിശദീകരിക്കുകയാണ്. അങ്ങനെ തന്റെ വിഷമങ്ങളെല്ലാം ഭാര്യയോടും സുഹൃത്തുക്കളോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹാമാന്റെ ഭാര്യയായ സേരിഷ് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 14-ാം തിരുവാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അപ്പോൾ അവന്റെ ഭാര്യ സേരിഷും അവന്റെ സകല സ്നേഹിതന്മാരും പറഞ്ഞു 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കുക. രാവിലെ തന്നെ ചെന്ന് രാജാവിനോട് പറയണം മൊർദെഖായിയെ അതിന്മേൽ തൂക്കണമെന്ന്. പിന്നെ ആനന്ദത്തോടെ രാജാവിനോടൊത്ത് വിരുന്നിനു പോവുക. ഈ ഉപദേശം ഹാമാന് ഇഷ്ടപ്പെട്ടു. അവൻ കഴുമരവും ഉണ്ടാക്കിച്ചു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഹാമാന്റെ ഭാര്യയായ സേരിഷ് ഇവിടെ എന്താണ് പ്രവർത്തിക്കുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. ഹാമാൻ വലിയ ദുഃഖത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഈഗോ കാരണമായിരിക്കാം, അദ്ദേഹം നേരിടുന്ന ആ ഒരു അവസ്ഥ മൂലം വളരെ ദുഃഖിച്ചിരുന്ന ഹാമാന് വലിയ ആശ്വാസം കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സേരിഷ് ഈ ഒരു ഉപായം പറഞ്ഞു കൊടുത്തപ്പോൾ ഹാമാൻ അതിൽ വളരെ തൃപ്തനാണ്, വളരെ സന്തോഷത്തോടെ ഉടനടി അതിന്റെ നടപടികളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സേരിഷ് തന്റെ ഭർത്താവായ ഹാമാന് ആവശ്യമായ സാന്ത്വനം നൽകുന്നുണ്ട്. എന്നാൽ കർത്താവിൽ നിന്നും ഉപദേശം സ്വീകരിച്ചിട്ടാണോ അവൾ ഇവിടെ ഇത് പ്രവർത്തിക്കുന്നത്? കർത്താവ് നൽകുന്ന ജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണോ അവൾ ഈ ഉപദേശം തന്റെ ഭർത്താവിന് നൽകുന്നത്? അവളുടെ ഈ ഒരു ഉപദേശം അവൾ നോക്കുമ്പോൾ തന്റെ ഭർത്താവിന് വലിയ സാന്ത്വനമായി, വലിയ ആശ്വാസമായി അവൾ മാറുകയാണ്. എന്നാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് അവൾ ഒരിക്കലും കടന്നു ചെല്ലുന്നില്ല. ആ ഒരു ഉപദേശം തൻ്റെ കുടുംബത്തിൽ വരുത്താൻ പോകുന്ന ആ വിന, വലിയൊരു അപകടം, അതെന്താണെന്ന് അവൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അവൾ തൻ്റെ ബുദ്ധിയിൽ തൻ്റെ ഭർത്താവിൻ്റെ നന്മയ്ക്ക്, ഉയർച്ചയ്ക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളും സ്നേഹിതന്മാരും ഒക്കെയുണ്ട്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഹാമാന് വലിയൊരു ഉപദേശ സംഘം തന്നെ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വം വഹിച്ചിരുന്നത് ഹാമാന്റെ ഭാര്യയായ സേരിഷ് ആയിരുന്നു. വളരെ കഴിവുള്ള, വളരെ ബുദ്ധിയുള്ള ഒരു സ്ത്രീ എന്ന് നാട്ടുകാരും വീട്ടുകാരും എല്ലാം അംഗീകരിച്ചിട്ടുള്ളവളായിരുന്നു അവൾ. എന്നാൽ അവളുടെ ബുദ്ധി, അവളുടെ തന്നെ ചിന്തയിൽ നിന്ന് വരുന്ന ആ ഒരു ആലോചന, അത് എത്രമാത്രം കർത്താവിൽ നിന്നുള്ളതായിരുന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാം എല്ലാവരും ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ, കുടുംബത്തിലെ കുടുംബനാഥമാരായിരിക്കുമ്പോൾ, ഭാര്യമാരായിരിക്കുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ നിന്ന് ആലോചന സ്വീകരിക്കേണ്ടതിൻ്റെ വലിയ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ സേരിഷ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവൾ സ്വന്തം ബുദ്ധിയിൽ ഈ ഭൗമികതയെ മാത്രം നോക്കിക്കൊണ്ട് തീരുമാനങ്ങൾ പറയുകയാണ്, ഉപദേശം കൊടുക്കുകയാണ്. അവളുടെ ഉപദേശം ഭർത്താവ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താ സംഭവിച്ചത്? അവരുടെ പ്ലാനുകളോ അവരുടെ ആ ചിന്ത, അതൊന്നും നടപ്പിലാകുന്നില്ല. നേർ വിപരീതമായി അവർക്ക് തന്നെ അതൊരു കെണിയായി തീരുകയാണ്. പിറ്റേ ദിവസം ഹാമാൻ രാജാവിന്റെ അടുക്കൽ എത്തുമ്പോൾ ഹാമാന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്ന രാജാവ് എസ്തേർ രാജ്ഞിയിലൂടെ
കർത്താവിന്റെ വലിയൊരു അത്ഭുതകരമായ ഇടപെടലിലൂടെ ഹാമാന്റെ ദുഷ്ടതയെ തിരിച്ചറിയുന്ന രാജാവ് ഇറക്കുന്ന ഒരു കൽപ്പനയുണ്ട്. എസ്തേറിന്റെ പുസ്തകം 7-ാം അധ്യായം അവിടെ 10-ാം തിരുവാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അങ്ങനെ മോർദെഖായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവനെ അവർ തൂക്കി. രാജാവിന്റെ വിധി പ്രകാരം ഹാമാനെ തന്നെ അവർ തൂക്കുകയാണ്. രാജാവിന്റെ കോപം ശമിച്ചു. തനിക്കെതിരെ അത്ര വലിയ ഒരു ദുഷിച്ച പ്രവൃത്തി ചെയ്ത ഹാമാനെ രാജാവ് തൂക്കിലേറ്റാനായി ഉത്തരവിടുകയാണ്. അതിന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ഹാമാന്റെ വീട്ടുമുറ്റത്ത് തന്നെയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കഴുമരത്തിൽ ഹാമാനെ രാജാവ് തൂക്കിലേറ്റുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രിശില്ല പ്രോഗ്രാമിന്റെ കീ വേഴ്സ് ആണ് സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 1-ാം തിരുവാക്യം. ജ്ഞാനം വീട് പണിയുന്നു, ഭോഷത്വം സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു. നമ്മൾ പല ആവർത്തി കേട്ടതാണ്. അതിന്റെ ഇംഗ്ലീഷ് വേർഷന്റെ തനി തർജ്ജമ എടുക്കുമ്പോൾ അവിടെ വരുന്നത് ജ്ഞാനമുള്ള സ്ത്രീ ഭവനം പണിതുയർത്തുന്നു, ഭോഷയായവൾ സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു. ഇതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള പൂർത്തീകരണമല്ലേ നമ്മൾ ഇവിടെ കണ്ടത്? ഭോഷത്വത്തോടെ ആ സേരഷ് പ്രവർത്തിച്ചപ്പോൾ തൻ്റെ കുടുംബത്തെ അടിമുടി അവൾ ഇടിച്ചു തകർക്കുകയായിരുന്നു. തുടർന്ന് നമുക്ക് അങ്ങോട്ട് കാണാൻ സാധിക്കും, ആ കുടുംബം മുഴുവൻ രാജാവിൻ്റെ ക്രോധത്തിനിരയാകുന്നതായിട്ട്. തൻ്റെ മക്കളെ, ഹാമാന്റെ മക്കളെ എല്ലാം രാജാവ് വധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എന്തായിരുന്നു അതിൻ്റെ ബേസ്? ഭോഷയായ കർത്താവിൽ നിന്നും, ഭോഷത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ലോകപരമായി പറയുന്ന ഒരു ആ മൂഢത്വം അതല്ല ഉദ്ദേശിക്കുന്നത്. ജ്ഞാനം പ്രാപിക്കാത്തവളെയാണ് പരിശുദ്ധ വചനത്തിൽ ഭോഷ എന്ന് പറയുന്നത്. കർത്താവിൽ നിന്നും ജ്ഞാനം പ്രാപിക്കാതെ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ഭവനങ്ങളെ പണിതുയർത്താൻ സാധിക്കുകയില്ല. എത്രമാത്രം ഉയർന്നു എന്ന് നമ്മൾ ചിന്തിച്ചാലും കർത്താവിന്റെ വചനം പറയുകയാണ്, ഭോഷത്വത്തോടെ പ്രവർത്തിക്കുന്നവൾ സ്വന്തം കൈകൊണ്ട് തൻ്റെ കുടുംബത്തെ, തൻ്റെ ഭവനത്തെ ഇടിച്ചു നിരത്തുന്നു എന്ന്. സേരഷ് അതല്ലേ നമുക്ക് കാണിച്ചു തരുന്നത്? സ്വന്തം ഉപദേശം കൊണ്ട്, സ്വന്തം ചിന്തകൾ കൊണ്ട് അവൾ തൻ്റെ കുടുംബത്തെ, ഭവനത്തെ ഇടിച്ചു തകർക്കുകയായിരുന്നു, ഒന്നുമല്ലാതായി തീരുകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒത്തിരിയേറെ വിവേകത്തോടെ, ജ്ഞാനത്തോടെ അമ്മമാർ, ഭാര്യമാർ എപ്രകാരമാണ് തങ്ങളുടെ കുടുംബത്തിലായിരിക്കേണ്ടത് എന്നതിൻ്റെ വലിയ പ്രാധാന്യമാണ് കർത്താവ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച് മുന്നേറുമ്പോൾ മാത്രമാണ് ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭവനം പണിതുയർത്താനായി സാധിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ജെസബലിനെ കുറിച്ച്. ആഹാബ് രാജാവിനെയും തൻ്റെ ഭവനത്തെ മുഴുവനും കർത്താവിൻ്റെ ക്രോധത്തിന് ഇരയാക്കാൻ തക്കവിധം ജ്ഞാനമില്ലാതെ ഭോഷത്വത്തോടെയാണ് ജെസബൽ പ്രവർത്തിച്ചത്. തൻ്റെ സ്വന്തം നേട്ടം മാത്രം ലക്ഷ്യം വെച്ച് അവൾ മുന്നേറിയപ്പോൾ, കർത്താവിന് തൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും കൊടുക്കാതെ മുന്നേറിയപ്പോൾ തൻ്റെ ഭവനം ഇടിച്ചു നിരത്തുന്നവളായി അവൾ മാറുകയായിരുന്നു. ഭോഷയായവൾ സ്വന്തം കൈകൊണ്ട് തൻ്റെ ഭവനത്തെ ഇടിച്ചു നിരത്തുന്നു. നമ്മൾ പഠിച്ചു അനനിയാസിനെയും സഫീറയെയും കുറിച്ച്. അവിടെയും നമ്മൾ എന്താ കാണുന്നത്? സഫീറ കർത്താവിനെ പ്രതി തനിക്കുള്ളതെല്ലാം കർത്താവിന് സമർപ്പിച്ചവളായിരുന്നു. എന്നാൽ ഭർത്താവ് ഒരു തെറ്റിലേക്ക് പോയപ്പോൾ അവനെ തിരുത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. അവനോട് ചേർന്ന് ആ തെറ്റിൽ അവൾ പങ്കാളിയാവുകയാണ്. കർത്താവിൽ നിന്നും ജ്ഞാനമില്ലാതെ അവൾ പ്രവർത്തിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ആ ഭവനം അടിമുടി താറുമാറായി പോവുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണം ആ ഭവനത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണത്തെ അവരുടെ തന്നെ പ്രവൃത്തികൾ മാറ്റി നിർത്തുകയായിരുന്നു. ജ്ഞാനമുള്ള സ്ത്രീ ഭവനം പണിതുയർത്തുന്നു, ഭോഷയായവൾ സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു. സുഭാഷിതങ്ങളിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ 31-ാം അധ്യായം അവിടെ 11ഉം 12ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു, അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. ഇവിടെ ഉത്തമയായ ഒരു ഭാര്യയെക്കുറിച്ച്, ജ്ഞാനം പ്രാപിച്ച ഒരു ഭാര്യയെക്കുറിച്ച് കർത്താവിന്റെ വചനം ഇവിടെ പറയുന്നത്. അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മ മാത്രം ചെയ്യുന്നവളാണ്. കർത്താവിൽ നിന്നും ജ്ഞാനം പ്രാപിച്ച് തൻ്റെ കുടുംബത്തിന്
ഐശ്വര്യമായി കുടുംബത്തിന് അഭിവൃദ്ധിയായി മാറുന്ന ഒരു ഭാര്യയെക്കുറിച്ച് സുഭാഷിതങ്ങൾ 31 അധ്യായം 10 മുതലുള്ള തിരുവാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അവൾ ഒരിക്കലും തൻ്റെ ഭർത്താവിന് ദോഷകരമായിട്ട് ഒന്നും ചെയ്യുന്നില്ലെന്ന പരിശുദ്ധ വചനം പറയുന്നത്. വീണ്ടും സുഭാഷിതങ്ങൾ 12 അധ്യായം 4 വാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉത്തമയായ ഭാര്യ ഭർത്താവിന്റെ കിരീടം. ഭർത്താവിന്റെ കിരീടമാണ്. അവൾ ഭർത്താവിന് നന്മ മാത്രം ചെയ്യുന്ന, കർത്താവിൽ തന്റെ കുടുംബത്തെ വളർത്തുന്നവളാണ് ഉത്തമയായ ഒരു ഭാര്യ, ജ്ഞാനം പ്രാപിച്ച ഒരു ഭാര്യ. എന്നാൽ തിരുവചനം തുടർന്ന് പറയുകയാണ്, അപമാനം വരുത്തി വെക്കുന്നവൾ, അതായത് കർത്താവിൽ നിന്നും ജ്ഞാനം പ്രാപിക്കാത്ത, കർത്താവിൽ ആശ്രയമില്ലാത്ത ഒരു ഭാര്യ അവന്റെ അസ്ഥികളിലെ അർബുദവും. ഭർത്താവിന്റെ അസ്ഥികളിലെ അർബുദവും എന്നാ പറയുന്നത്. അതായത് ഭർത്താവിനെ നാശത്തിലേക്ക്, തൻ്റെ കുടുംബത്തെ നാശത്തിലേക്ക് നയിക്കുന്നവളായി അവൾ മാറുകയാണ്. അവൾ അത് ആഗ്രഹിച്ചിട്ടല്ലായിരിക്കാം, അവൾ നന്മ മാത്രം ആഗ്രഹിക്കുന്നവളായിരിക്കാം. എന്നാൽ സ്വന്തം മാനുഷിക ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് നന്മ ലക്ഷ്യമാക്കി മുന്നേറുക നമുക്ക് സാധ്യമല്ല പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ്, കർത്താവിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഭവനത്തെ അഭിവൃദ്ധിയിലേക്ക്, കർത്താവ് നൽകുന്ന ഉയർച്ചയിലേക്ക് നയിക്കുവാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കുകയുള്ളൂ എന്ന തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 25 അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ 23 തിരുവാക്യം പറഞ്ഞു തരികയാണ്, ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാനമുഖത്തിനും വ്രണിത ഹൃദയത്തിനും കാരണം. ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിന്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. അതായത് തിരുവചനം വീണ്ടും വീണ്ടും പറയുകയാണ്, കർത്താവിൽ ആശ്രയമില്ലാത്ത ഒരു ഭാര്യ, കർത്താവിൽ നിന്നും ജ്ഞാനം പ്രാപിച്ചെടുക്കാത്ത ഒരു ഭാര്യ, അവൾ തൻ്റെ ഭർത്താവിന് അനുഗ്രഹമായി മാറുകയില്ല. എന്തൊക്കെ കാര്യങ്ങൾ ആ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണുവാനും നമുക്ക് സാധിക്കും. നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് എന്നതാണ്. കർത്താവിൽ നിന്നും ജ്ഞാനം പ്രാപിച്ച് എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ മക്കളുടെ, എൻ്റെ ചുറ്റുമുള്ളവരുടെ നന്മയ്ക്ക് കാരണമായി ഞാൻ മാറുന്നുണ്ടോ? അതോ തിരുവചനം പറയുന്നത് പോലെ ചുറ്റുമുള്ളതിനെ, എൻ്റെ കുടുംബത്തെ എല്ലാം ഇടിച്ചു തകർക്കുന്നവളായിട്ടാണോ ഞാൻ മാറുന്നത്? അത് ഞാൻ പൂർണ്ണമായി ആഗ്രഹിച്ചിട്ടോ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടോ അല്ല. ഇവിടെ സേരഷ് നമ്മൾ പഠിച്ചു, ഹാമാന്റെ ഭാര്യ, അവൾ ഒരിക്കലും തൻ്റെ ഭർത്താവിൻ്റെയോ തൻ്റെ കുടുംബത്തിൻ്റെയോ നാശത്തിന് വേണ്ടിയല്ല ഈ ഉപദേശം നൽകിയത്. എന്നാൽ അവളുടെ കർത്താവിലുള്ള ആശ്രയം, അവിടെയാണ് അവൾക്ക് വീഴ്ച പറ്റിയത്. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൾ ഭർത്താവിനെ ഉപദേശിക്കുകയാണ്. അത് ആ കുടുംബത്തിന്റെ നാശത്തിന് കാരണമായി തീരുകയാണ്. കർത്താവിലുള്ള നമ്മുടെ ആശ്രയം നമുക്ക് സ്വയം ചിന്തിക്കാം പ്രിയമുള്ളവരെ. അത് ആഴപ്പെടും തോറും നമ്മുടെ ഭവനം കർത്താവിൽ ആഴപ്പെടുകയാണ്. ഒരു ഭാര്യ ആ ഒരു ഭവനത്തിന്റെ ഐശ്വര്യമായി മാറുകയാണ്. ജ്ഞാനമുള്ള സ്ത്രീ, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു സ്ത്രീ, അവൾ തൻ്റെ ഭവനത്തെ പണിതുയർത്തുന്നു. കർത്താവിന്റെ വചനം ഒരിക്കലും തെറ്റുകയില്ല പ്രിയമുള്ളവരെ. അവൾക്ക് മാത്രമേ തൻ്റെ ഭവനത്തെ പണിതുയർത്താൻ സാധിക്കുകയുള്ളൂ. സുഭാഷിതങ്ങൾ 31 അധ്യായം 10 തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്കു കഴിയും? അവൾ രത്നങ്ങളെക്കാൾ അമൂല്യയത്രേ. നമുക്ക് ചിന്തിക്കാം, നാം ഈ പറയുന്ന ഉത്തമയായ ഒരു ഭാര്യയാണോ? ജ്ഞാനമുള്ള ഒരു ഭാര്യയാണോ? അതോ തിരുവചനം പറയുന്ന ബോഷയായ കൂട്ടത്തിൽ പെടുമോ ഞാൻ? നമുക്ക് ചിന്തിക്കാം പ്രിയമുള്ളവരെ. നമ്മുടെ ഭവനത്തെ കർത്താവിൽ പണിതുയർത്തുന്നവരായി നമുക്ക് മാറ്റാം. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൽ നമുക്ക് പരിപൂർണമായും ആശ്രയിക്കാം. അപ്പോൾ മാത്രമേ നമുക്ക് തെറ്റുപറ്റാതെ നമ്മുടെ കുടുംബത്തെ, ഭർത്താവിനെ, മക്കളെ എല്ലാം കർത്താവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവിന്റെ ആ ഒരു നയിപ്പിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെറ്റുപറ്റി പോകാതെ കുടുംബത്തെ അങ്ങിൽ പണിതുയർത്തുവാൻ, ഞങ്ങളുടെ ഭവനത്തെ കർത്താവിൽ പണിതുയർത്തുവാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ നയിക്കണമേ, അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നയിക്കുനാഥാ, അങ്ങേ നീർച്ചാലു തന്നെ
കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഭവനത്തെ കർത്താവിൽ പണിതുയർത്തുന്നവരായി മാറുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. നല്ലവനായ കർത്താവേ, അങ്ങയുടെ മുൻപിൽ നന്നായി ജീവിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. അമ്മയെ പോലെ നാഥൻ എന്നെ മാറോട് ചേർത്തിടുമ്പോ ആനന്ദം മിന്നുള്ളിലായി നിത്യം തുള്ളിത്തുളുമ്പിടുന്നു. ഹല്ലേലൂയ. അമ്മയെ പോലെ നാഥൻ എന്നെ മാറോട് ചേർത്തിടുമ്പോ ആനന്ദം മിന്നുള്ളിലായി നിത്യം തുള്ളിത്തുളുമ്പിടുന്നു. ഈശോയേ. നല്ലവനാം എൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. നല്ലവനാം എൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. നല്ലവനാം എൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. ഈശോയേ, ആരാധന ഈശോയേ. നന്നായി ജീവിക്കും ഞാൻ. നന്ദി ഈശോയേ. നന്നായി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് മുൻപിൽ, അങ്ങേ തിരുമുൻപിൽ നന്നായി ജീവിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനായിട്ട് കർത്താവേ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സേരശിൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞതുപോലെ ജ്ഞാനത്തോടെ നമ്മുടെ ഭവനങ്ങളെ പണിതുയർത്താൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ബുദ്ധിയിൽ വരുന്നത്, നമ്മുടെ ചിന്തകളിൽ വരുന്നത് എപ്പോഴും നന്മയായി മാറണമെന്നില്ല. കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാത്രമേ അത് തെറ്റാതെ പോവുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഭവനങ്ങളെ കർത്താവിൽ പണിതുയർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരസ്പരം നമുക്ക് പ്രാർത്ഥിച്ച് ബലപ്പെടുത്താം. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക. അതുപോലെ ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ ആ ഒരു രാജ്യത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.